നമസ്കാരം, എല്ലാ വിദ്യാർത്ഥികൾക്കും ഓപ്പൺഔട്ടിലേക്ക് സ്വാഗതം. എന്നും പറയുന്ന പോലെ വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് ഒരു സീരീസ് ആരംഭിക്കുകയാണ്. സീരീസ് എന്ന് പറയുമ്പോൾ വെബ് സീരീസ് ഒന്നുമല്ല, ഒരു ഇംഗ്ലീഷ് ഗ്രാമർ വീഡിയോ ക്ലാസ്സുകളുടെ ഒരു സീരീസ് അല്ലേ. എന്തുകൊണ്ടാണ് ഞാൻ ഈ സീരീസ് ഒരു ഇങ്ങനെ വീഡിയോ ക്ലാസ്സുകളുടെ ഒരു സീരീസ് തുടങ്ങുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത് ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അത് UP സ്കൂൾ ആയിക്കോട്ടെ, ഹൈസ്കൂൾ ആയിക്കോട്ടെ, ഹയർ സെക്കൻഡറി ആയിക്കോട്ടെ, ഡിഗ്രി പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ഇവർക്കെല്ലാം കോമൺ ആയിട്ട് ആവശ്യമുള്ള ഒന്നാണ് ഇംഗ്ലീഷ് ഗ്രാമർ. ഇതിൽ പല ക്ലാസ്സിലെ കുട്ടികൾക്കും പല ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഗ്രാമർ ചോദ്യങ്ങൾ പരീക്ഷകളിൽ എക്സാമുകളിൽ നേരിട്ട് വരാറുമുണ്ട്. അതിൻ്റെ ഒരു ഡോസേജിന് ചിലപ്പോൾ മാറ്റം ഉണ്ടാവും, പക്ഷെ എല്ലാവർക്കും ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ. ഇനി അതൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു PSC എക്സാം എഴുതാൻ പോകുമ്പോഴും UPSC എക്സാം എഴുതാൻ പോകുമ്പോഴും ഇങ്ങനെയുള്ള ഏത് എക്സാമുകൾ എഴുതുമ്പോഴും അതിലൊക്കെ ഗ്രാമർ ചോദ്യങ്ങളും നിങ്ങൾക്ക് കണ്ടേക്കാം. അപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് ഇംഗ്ലീഷ് ഗ്രാമർ. ആ ഗ്രാമറിൻ്റെ ഒരു വീഡിയോ സീരീസ് ഞാനിവിടെ ആരംഭിക്കുകയാണ്. 15 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ മൊത്തം ഉണ്ടാവുക. 15 എപ്പിസോഡുകളിലായിട്ട് എക്സാമുകൾക്ക് ചോദിക്കാറുള്ള ഗ്രാമറാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. എടുത്തു പറയുന്നു, എക്സാമുകൾക്ക് ചോദിക്കാറുള്ള ഗ്രാമർ. ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒന്നാണല്ലേ. അത് മുഴുവനായിട്ടും ഒന്നും പഠിപ്പിക്കാനുള്ളൊരു ശ്രമമല്ല ഞാൻ നടത്തുന്നത്. എന്നാൽ എക്സാമുകളിൽ ഗ്രാമർ ചോദ്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യുക. നിങ്ങൾക്കറിയാം, ഒരു 10th കുട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഏത് ക്ലാസ്സിലെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഗ്രാമർ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും അറിയില്ലെങ്കിൽ നന്നായിട്ട് മാർക്ക് നഷ്ടപ്പെടാനും ഒക്കെ കാരണമാകുന്ന ഒന്നാണ് ഇംഗ്ലീഷ് ഗ്രാമർ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഈ വീഡിയോ സീരീസിൽ ഞാൻ ഗ്രാമർ പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ടുള്ള മെത്തേഡിലാണ്. ഒരു പക്ഷേ നിങ്ങൾ ഇതിനു മുൻപേ പഠിച്ച രീതി ആവണമെന്നില്ല. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിൽ, നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പഠിപ്പിക്കുക. അതിന് വേണ്ട ടിപ്പുകളും ട്രിക്കുകളുമൊക്കെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇത് പഠിപ്പിക്കുന്ന ഞാനും ഗ്രാമർ പഠിക്കാനിരിക്കുന്ന നിങ്ങൾക്കുമിടയിൽ മാത്രമുള്ള ഒരു ക്ലാസ്സാണ്. അതിനപ്പുറത്തേക്കുള്ള വിലയിരുത്തലുകൾക്ക് സ്ഥാനമില്ല. നിങ്ങൾക്ക് എക്സാമുകളിൽ മാർക്ക് സ്കോർ ചെയ്യുക എന്നത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഒരു കാര്യം കൂടി പറയട്ടെ, 15 എപ്പിസോഡുകൾ നിങ്ങൾ കാണുക. ഈ എപ്പിസോഡ് കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡ് വരുമ്പോൾ അതും കാണുക. എല്ലാ എപ്പിസോഡും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ ഇതിൻ്റെ ഗുണം ലഭിക്കൂ. ഓക്കെ, ശരി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് ഗ്രാമർ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. എല്ലാ ക്ലാസ്സുകളിലും പഠിക്കാറുണ്ട് അല്ലേ. പല ക്ലാസ്സുകളിൽ നമ്മൾ ഗ്രാമർ പഠിച്ചിട്ടും ഇപ്പോഴും നമുക്ക് ഗ്രാമറിൻ്റെ മാർക്ക് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ? വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും കുക്കിംഗ് ഇഷ്ടമാണ് അല്ലേ. നിങ്ങളെല്ലാവർക്കും അല്ലെങ്കിൽ വലിയൊരു വിഭാഗം ആളുകൾക്കും കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് YouTube ചാനലൊക്കെ കുക്കിംഗ് വീഡിയോകളൊക്കെ കണ്ട് അതൊക്കെ വീട്ടിൽ പരീക്ഷിക്കുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട്. എല്ലാവർക്കും കുക്കിംഗ് താല്പര്യമുണ്ടാവും. ചെയ്താലും ചെയ്തില്ലെങ്കിൽ താല്പര്യമുണ്ടാവും. നിങ്ങൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നു എന്ന് കരുതുക. ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ഒരു വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ കാണുന്നു അല്ലേ. അപ്പം ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടു. നിങ്ങൾ കൃത്യമായിട്ടും ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് തെറ്റിപ്പോതിരിക്കാൻ നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. റെഡി. നിങ്ങൾ അടുക്കളയിലേക്ക് പോകുന്നു. അടുക്കളയിൽ പോയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ചിക്കൻ കറിക്ക് വേണം, നമുക്ക് ചിക്കൻ വേണം, മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, അതേപോലെ ഉപ്പ് വേണം, ചിക്കൻ മസാല വേണം, എല്ലാം നിങ്ങൾക്ക് വേണം അല്ലേ. ഇതെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കാനുള്ള എല്ലാ സ്റ്റെപ്പും നിങ്ങൾക്കറിയാം, നിങ്ങൾ ഉണ്ടാക്കും. പക്ഷെ അടുക്കളയിൽ ചെന്നപ്പോഴാണ് നിങ്ങളുടെ ആ ഷെൽഫിൽ കുറേ പൊടികൾ ഇരിക്കുന്നുണ്ട്. ഇതിലേതാണ് മുളക് പൊടി എന്ന് നിങ്ങൾക്കറിയില്ല, ഇതിലേതാണ് മഞ്ഞൾപ്പൊടി എന്ന് നിങ്ങൾക്കറിയില്ല, ഇതിലേതാണ് ചിക്കൻ മസാല എന്ന് നിങ്ങൾക്കറിയില്ല, ഉപ്പ് എവിടെയാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയില്ല. അങ്ങനെയെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള എല്ലാ മെത്തേഡും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കറി ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം കറി ഉണ്ടാക്കേണ്ട സ്റ്റെപ്പ് നിങ്ങൾക്കറിയാം. അതിനാൽ അതിന് ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് തന്നെയാണ് ഗ്രാമറിലും സംഭവിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ അറിയാം. ക്വസ്റ്റ്യൻ ടാഗ് പഠിപ്പിക്കുന്ന ടീച്ചർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഓക്സിലറി വെർബും പുറത്തെടുക്കുക,
സെൻറ്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ നോക്കുക. തുടർന്ന് പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആക്കുക. അതിനോട് ടാഗിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ടാഗിലേക്ക് നമ്മൾ സബ്ജക്റ്റിനെ പ്രൊനൗൺ ചേർക്കുക. ഇങ്ങനെയൊക്കെ ടീച്ചർ പറഞ്ഞിരുന്നുണ്ടാവും. ഈ സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. പക്ഷേ ഇത് ചെയ്യുമ്പോൾ എക്സാമിന് ഇത് ചെയ്യുന്ന സമയത്ത് ഈ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിലെ ഓക്സിലറി വെർബ് ഏതാണ് അറിയില്ല, സബ്ജക്റ്റ് ഏതാണ് അറിയില്ല, പോസിറ്റീവോ നെഗറ്റീവോ സെൻറ്റൻസ് എന്ന് എങ്ങനെയാണ് നോക്കുക അറിയില്ല. അങ്ങനെയെങ്കിൽ ഈ സ്റ്റെപ്പുകളെല്ലാം അറിഞ്ഞാലും നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം പഠിക്കാൻ പോകുന്നത്, ഇന്നത്തെ വീഡിയോയിൽ മാത്രമല്ല ആദ്യത്തെ 2 വീഡിയോയിൽ, നമ്മൾ 15 എപ്പിസോഡിൽ ആദ്യത്തെ 2 എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏത് ഗ്രാമർ ചെയ്യുമ്പോഴും ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ഈ 2 എപ്പിസോഡിൽ പഠിക്കുന്നതോടുകൂടി പകുതി ഗ്രാമർ നിങ്ങൾ പഠിച്ചു. വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അത് പഠിക്കുന്നതോടുകൂടി പകുതി കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം നിങ്ങൾ ഏറ്റവും അധികം കേൾക്കുന്ന ഇംഗ്ലീഷ് ഗ്രാമറിലെ ഒരു വേർഡാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് നമുക്ക് നോക്കാം. എന്താണ് സബ്ജക്റ്റ്? നിങ്ങൾ കേട്ടിട്ടില്ലേ? സബ്ജക്റ്റ് എന്ന വാക്കിന് വിഷയം എന്നൊക്കെ അർത്ഥമുണ്ടല്ലേ? നിങ്ങൾ സ്കൂളിലൊക്കെ നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണ്, നിങ്ങൾക്ക് എത്ര സബ്ജക്ട്സ് എത്ര ഉണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആ സബ്ജക്റ്റ് അല്ല ഇംഗ്ലീഷ് ഗ്രാമറിലെ സബ്ജക്റ്റ്. ഇംഗ്ലീഷ് ഗ്രാമറിലെ സബ്ജക്റ്റ് വ്യത്യസ്തമായ ഒരു സംഗതിയാണ്. എന്താണ് സബ്ജക്റ്റ് നോക്കാം. ഒരു സെൻറ്റൻസ്, എന്താ ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ? ഒരു വാചകം അല്ലേ? നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസ്, ഒരു ഇന്ത്യ ഈസ് മൈ കൺട്രി ഒരു സെൻറ്റൻസ് ആണ്. ഐ ലവ് മൈ ഫാദർ ഒരു സെൻറ്റൻസ് ആണ്, ഒരു വാചകമാണ്. ഒരു സെൻറ്റൻസ് ആരെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് പറയുന്നു അതാണ് ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ്. ഒരു സെൻറ്റൻസ് ആരെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് പറയുന്നു അതാണ് ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ്. ഞാൻ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് ഇന്ത്യ ഈസ് മൈ കൺട്രി. ഈ സെൻറ്റൻസ് ആരെക്കുറിച്ചിട്ടു അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് പറയുന്നു? ഇന്ത്യയെക്കുറിച്ച് പറയുന്നു. ഇന്ത്യ എന്നുള്ളതാണ് ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ്. ഹി കിൽഡ് എ സ്നേക്ക്. അവൻ ഒരു പാമ്പിനെ കൊന്നു. ആരാണ് പാമ്പിനെ കൊന്നത് അല്ലെങ്കിൽ ആരെക്കുറിച്ചിട്ടാണ് പറയുന്നത്? അവൻ, ഹി. ആ ഹി ആണ് സബ്ജക്റ്റ്. സച്ചിൻ ഈസ് എ ഫേമസ് ക്രിക്കറ്റർ. സച്ചിൻ ഒരു ഫേമസ് ക്രിക്കറ്ററാണ്. ആരെക്കുറിച്ചിട്ടാണ് ആ സെൻറ്റൻസ്? സച്ചിനെ കുറിച്ചിട്ട്. അപ്പോൾ ആരാണ് സബ്ജക്റ്റ്? സച്ചിൻ. ചുരുക്കി പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് ആരെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് പറയുന്നു അതാണ് ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ്. ഇത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് കണ്ടെത്താൻ, സബ്ജക്റ്റ് എന്ന് വെച്ചാൽ അതിന് മുമ്പേ പറയാം, സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു വേർഡ് ആവണമെന്നില്ല, ഒന്നിലധികം വേർഡ്സ് അതിൽ വരാം. അതിലേക്കൊക്കെ ഞാൻ വരാം. അതിന് മുമ്പേ സബ്ജക്റ്റ് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന ഒരു സാധാരണ സെൻറ്റൻസിൽ ഒരു സബ്ജക്റ്റിന് ശേഷം ഒന്നുകിൽ ഒരു ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഒരു വെർബ് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ഈ ഓക്സിലറി വെർബും നിങ്ങൾക്ക് എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. അതിൽ വെർബിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഓക്സിലറി വെർബിനെ കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിലായിരിക്കും പറയുക. അത് രണ്ടും കൂടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ അത്ര മാത്രം മനസ്സിലാക്കി വെക്കുക. ഒരു സാധാരണ സെൻറ്റൻസിൽ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ ഒരു ഓക്സിലറി വെർബോ അല്ലെങ്കിൽ വെർബോ ഉണ്ടാവും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വെർബിൻ്റെയോ ഓക്സിലറി വെർബിൻ്റെയോ മുമ്പേ ആയിട്ടായിരിക്കും സബ്ജക്റ്റിൻ്റെ സ്ഥാനം, തുടക്കത്തിലായിരിക്കും സബ്ജക്റ്റിൻ്റെ സ്ഥാനം ഉണ്ടാവുക. ഇത്രയും കാര്യം ആദ്യം മനസ്സിലാക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് വേർബ്. സബ്ജക്റ്റ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വേർബ് എന്നുള്ളതും. കാരണം നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും വേർബുകൾ പഠിക്കും. വേർബ് എന്ന വാക്കിന് ക്രിയ എന്നാണ് അർത്ഥം. പ്രവൃത്തികളെ, ആക്ഷൻസിനെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ പൊതുവെ വേർബുകൾ എന്ന് പറയാറുള്ളത്. എന്നാൽ അത് മാത്രമല്ല വെർബ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. അതിന് മുൻപേ ഏതൊക്കെയാണ് ഈ ആക്ഷൻ വേർഡ്സ്, ആക്ഷനെ സൂചിപ്പിക്കുന്ന വേർഡ്സ്? പ്ലേ കളിക്കുക വെർബാണ്, റീഡ് വായിക്കുക വെർബാണ്, റൈറ്റ് എഴുതുക വെർബാണ്, ഗോ പോവുക വെർബാണ്. ഇങ്ങനെയുള്ള ആക്ഷൻസിനെ, പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന വേർഡ്സാണ് വെർബ്. പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി ശാരീരികമായി ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. തിങ്ക് ചിന്തിക്കുക, ലൈക്ക് ഇഷ്ടപ്പെടുക, ലവ് സ്നേഹിക്കുക, ഹേറ്റ് വെറുക്കുക, ഇതെല്ലാം വേർബിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആക്ഷൻസിനെ ഡിനോട്ട് ചെയ്യുന്ന, ആക്ഷൻസിനെ സൂചിപ്പിക്കുന്ന വേർഡ്സ് ആണ് വേർബുകൾ നമ്മൾ പറഞ്ഞു. എന്നാൽ അത് മാത്രമല്ല, പൊസഷനെ സൂചിപ്പിക്കുന്ന വേർഡ്സ്. നമ്മളൊരു കാര്യം കൈവശമുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടേതായിട്ടുണ്ട് എങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ചില വേർഡ്സ് ഉപയോഗിക്കാറുണ്ട്. ഹാസ്, ഹാവ്, ഹാഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഐ ഹാവ് എ പെൻ, എൻ്റെ കയ്യിൽ ഒരു പേനയുണ്ട്. ഹി ഹാസ് എ കാർ, അവനൊരു കാറുണ്ട്. ഐ ഹാഡ് എ ബിഗ് ഹൗസ്, എനിക്കൊരു വലിയ വീടുണ്ടായിരുന്നു. ഈ ഹാസ്, ഹാവ്, ഹാഡ് ഇതെല്ലാം വേർബുകളാണ്, പൊസഷനെ സൂചിപ്പിക്കുന്നു. നമുക്കൊരു കൈവശമുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇനി സ്റ്റേറ്റിനെ സൂചിപ്പിക്കാൻ, എന്താ സ്റ്റേറ്റ്? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനം എന്നർത്ഥം വരുന്ന സ്റ്റേറ്റ് അല്ല, സ്റ്റേറ്റ് അവസ്ഥയെ സൂചിപ്പിക്കാൻ. ഹി ഈസ് ഹാപ്പി,
അവൻ ഹാപ്പിയാണ്. ദേ ആർ പ്ലെയേഴ്സ്, അവർ കളിക്കാരാണ്. ദേ ആർ ഫുട്ബോൾ പ്ലെയേഴ്സ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. അങ്ങനെയുള്ള അവസ്ഥകളെ സൂചിപ്പിക്കുന്ന, ഒരാൾ ഇന്ന സ്റ്റേറ്റിലാണ് എന്ന് സൂചിപ്പിക്കുന്ന ആം, ഈസ്, ആർ, വാസ്, വെയർ. ആം, ഈസ്, ആർ, വാസ്, വെയർ ഈ 5 വേർബുകളാണ്. അപ്പോൾ ആക്ഷൻസിനെ സൂചിപ്പിക്കുന്ന വേർഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എക്സാമ്പിൾസ് ഒക്കെ ഗോ, പ്ലേ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ പൊസഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഹാസ്, ഹാവ്, ഹാഡ്. അതേപോലെ സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്ന ആം, ഈസ്, ആർ, വാസ്, വെയർ. ഇതെല്ലാം വേർബാണ്. വേർബ് തീർച്ചയായിട്ടും വേർബ് പഠിക്കുമ്പോൾ നിങ്ങൾ കേട്ടിരിക്കാവുന്ന മറ്റൊന്നാണ് V1, V2, V3. പലവട്ടം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ടീച്ചേഴ്സ് V1 എന്നും V2 എന്നും V3 എന്നും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ V1, V2, V3 വളരെ പ്രധാനപ്പെട്ടതാണ് ഗ്രാമറിൽ. നമ്മൾ ഏത് ഗ്രാമർ പഠിച്ചാലും വളരെ പ്രധാനപ്പെട്ടതാണ്. മുന്നോട്ട് നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്ന പല ഗ്രാമറുകളിലും V1, V2, V3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ V1, V2, V3? വേർബിൻ്റെ 3 ഫോമുകളാണ് V1, V2, V3. അതിൽ V1 എന്ന് പറയുന്നത് വേർബിൻ്റെ ഫസ്റ്റ് ഫോം. V1 എന്ന് പറയുന്നത് വേർബിൻ്റെ ബേസ് ഫോം, അതായത് പ്രസൻറ്റ് രൂപത്തിലുള്ള, പ്രസൻറ്റ് ടെൻസിലുള്ളതാണ് V1 എന്ന് പറയുന്നത്. ബേസ് ഫോമാണ് വേർബിൻ്റെ, അതായത് പ്രസൻറ്റ് ടെൻസിലുള്ള വേർബാണ് V1. അപ്പോൾ ഉദാഹരണത്തിന് റൈറ്റ്, എഴുതുക, അത് V1 ആണ്. പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് ഫോമാണ് V2. എഴുതുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഭൂതകാലം എന്താണ്? എഴുതി, അത് V2 ആണ്. റൈറ്റിൻ്റെ പാസ്റ്റ് എന്താണ്? റോട്ട്. പ്ലേയുടെ പാസ്റ്റ് എന്താണ്? പ്ലേഡ്. അപ്പോൾ V1 എന്ന് വെച്ചാൽ പ്രസൻറ്റ് ഫോമാണ്, ബേസ് ഫോമാണ്. ഇനി V2 എന്നാൽ പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയതിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ. പ്ലേ, പ്ലേഡ്, വിസിറ്റ്, വിസിറ്റഡ് അല്ലേ. വിസിറ്റ് സന്ദർശിക്കുക, വിസിറ്റഡ് സന്ദർശിച്ചു. പ്രസൻറ്റും പാസ്റ്റും V1 ഉം V2 ഉം. ഇത് രണ്ടുമല്ലാതെ നമ്മൾ പഠിക്കുന്ന മറ്റൊന്നാണ് V3. V3 എന്നാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്, വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഇത് നമ്മൾ പെർഫെക്റ്റ് ടെൻസിലൊക്കെയാണ്, അതായത് നിങ്ങൾ പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒന്ന് പെർഫെക്റ്റ് ഫോമുകൾ, അതിൽ ഹാസിനും ഹാവിനും ഹാഡിനും ശേഷമാണ് നമ്മൾ പൊതുവേ ഹാസും ഹാവും ഹാഡും ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു അഡീഷണൽ ഒരു കാര്യം പറയാം. ആം, ഈസ്, ആർ, വാസ്, വെയർ, അതേപോലെ ഹാസ്, ഹാവ്, ഹാഡ് ഇതെല്ലാം നമ്മൾ മെയിൻ വെർബായിട്ട് നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഇനി ഹാസ്, ഹാവ്, ഹാഡ് പോലുള്ള ഓക്സിലറി വെർബുകൾ, പോലുള്ളല്ല, ഹാസ്, ഹാവ്, ഹാഡ് ഓക്സിലറി വെർബുകൾക്ക് ശേഷം നമ്മൾ ഈ V3 ഉപയോഗിക്കും. അതേപോലെ പാസീവ് വോയിസിലും നമ്മൾ V3 ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. V3 എന്നാൽ തേർഡ് ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അപ്പോൾ നമ്മൾ മലയാളം മീനിങ് നോക്കുകയാണെങ്കിൽ കിൽ എന്ന് പറഞ്ഞാൽ കൊല്ലുന്നു, കിൽഡ് കൊന്നു. കിൽ എന്ന് പറഞ്ഞാൽ കൊല്ലുന്ന, അല്ലെങ്കിൽ കൊല്ലുക എന്നർത്ഥം. കിൽഡ് കൊന്നു. അതിൻ്റെ തേർഡ് ഫോം എന്ത് തന്നെയാണ്? കിൽഡ്, കൊല്ലപ്പെട്ടു എന്നാണ് അതിൻ്റെ തേർഡ് ഫോം. ഓക്കെ. അതേപോലെ ഗോ V1 ആണ്, അതിൻ്റെ പാസ്റ്റ് എന്താ? വെൻഡ്. തേർഡ് ഫോം V3 എന്താ? ഗോൺ. പ്ലേ, പ്ലേഡ് ആണ് V2, പ്ലേഡ് തന്നെയാണ് V3. പ്ലേ V1, പ്ലേഡ് V2, പ്ലേഡ് തന്നെ V3. പല വേർബിൻ്റെയും V2 ഉം V3 ഉം ഏകദേശം ഒന്ന് തന്നെയാണ് വരിക. എല്ലാ വേർഡ്സിനും അല്ല. ഇപ്പോൾ ഗോ, വെൻഡ്, ഗോൺ ആണ് അല്ലേ, അവിടെ 3 ആണ്. എന്നാൽ പ്ലേ, പ്ലേഡ്, പ്ലേഡ് എന്ന് പറയുമ്പോൾ പ്ലേഡ്, പ്ലേഡ് V2 ഉം V3 ഉം ഒന്നാണ്. ചില വേർഡ്സിൻ്റെ V1 ഉം V2 ഉം V3 ഉം ഒരുപോലെയാണ്. പുട്ട്, പുട്ട്, പുട്ട്. കട്ട്, കട്ട്, കട്ട്. ഇത് 3 എന്താണ്? V1 ഉം V2 ഉം V3 ഉം സെയിം ആണ്. ഓക്കെ. നിങ്ങൾ ആദ്യം പറ്റാവുന്നത്ര വേർബുകളുടെ V1 ഉം V2 ഉം V3 ഉം പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. അതിൽ സഹായിക്കാൻ വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മാത്രമല്ല, ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട് ഒരു ലിങ്ക്. ആ ലിങ്കിൽ നിങ്ങൾക്കൊരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൽ നിരവധി ഇംഗ്ലീഷ് വേർഡ്സിൻ്റെ V1, V2, V3 ഫോമുകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ പഠിക്കുന്നത് നന്നാവും. ഓക്കെ. അപ്പോൾ നമ്മൾ വേർബ് എന്താണ് എന്ന് ചർച്ച ചെയ്തു. വേർബ് എന്ന് പറഞ്ഞാൽ ആക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന, ആക്ഷനെ സൂചിപ്പിക്കുന്ന വേർഡ്സ്. പൊസഷനെ, നമുക്കതൊരു കൈവശമുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്ന വേർഡ്സ്. അതേപോലെ സ്റ്റേറ്റ്, നമ്മുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ആം, ഈസ്, ആർ, വാസ്, വെയർ പോലെയുള്ള വാക്കുകളും നമ്മൾ എന്തിൻ്റെ ഭാഗമായിട്ട് വരും? വേർബിൻ്റെ ഭാഗമായിട്ട് വരും. വേർബിൻ്റെ 3 ഫോമുകൾ നമ്മൾ പഠിച്ചു. V1, V2, V3 നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക്, അല്ലെങ്കിൽ അടുത്ത ടേമിലേക്ക് നമുക്ക് പോകാം. ഇനി ഒരു ടേം കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. സബ്ജക്റ്റും വേർബും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ഉണ്ട്, ഒബ്ജക്റ്റ്. ആദ്യമേ പറയാം, സബ്ജക്റ്റും വേർബും പോലെ നിങ്ങൾ എല്ലാ ഗ്രാമറിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ആവശ്യം വരില്ല. എന്തെങ്കിലും പാസീവ് വോയിസ് ഒക്കെ നിങ്ങൾ പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ് ഒക്കെ പഠിക്കുമ്പോൾ ഒബ്ജക്റ്റും ഒക്കെ നമ്മൾ, അത് മാത്രമല്ല ചില ഗ്രാമറിലൊക്കെ അതും കൂടി ആവശ്യം വരുമെങ്കിൽ ആ ടേം ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഒബ്ജക്റ്റ്
ചില എക്സാമ്പിളുകളിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു സെൻറ്റൻസ് ഇവിടെ കാണാം. ഹി റൈറ്റ്സ് എ ലെറ്റർ. അവൻ ഒരു കത്ത് എഴുതുന്നു, അല്ലേ? സബ്ജക്റ്റ് ഹി ആണ്, റൈറ്റ്സ് എന്നുള്ളത് വെർബാണ്, ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ലെറ്ററാണ്. ഓക്കെ. ദേ കിൽഡ് എ സ്നേക്ക്. ദേ എന്നുള്ളത് സബ്ജക്റ്റാണ്, കിൽഡ് എന്നുള്ളത് വെർബാണ്, സ്നേക്ക് എന്നുള്ളതാണ് അവിടെ ഒബ്ജക്റ്റ്. പ്രവൃത്തിയുടെ ഫലം, ആ വേർബുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ആ വേർബിൻ്റെ ഫലം, ഒരു ഇഫക്റ്റ് കിട്ടുന്ന ആ ഒരു നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ആയിരിക്കും എപ്പോഴും ഒബ്ജക്റ്റ്. എല്ലാ കോണ്ടെക്സ്റ്റുകളിലുമല്ല, മിക്ക കോണ്ടെക്സ്റ്റുകളിലും അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ ജസ്റ്റ് കണ്ടു കഴിഞ്ഞു. അതിലത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ തൽക്കാലം അത് ആവശ്യമില്ല. എങ്കിലും അത് ആവശ്യം വരുന്ന ഒരു ഘട്ടം, പാസീവ് വോയിസ് ഒക്കെ പഠിക്കുമ്പോഴും ആക്റ്റീവ് വോയിസ് പഠിക്കുന്ന ഘട്ടത്തിലൊക്കെ ഞാനതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് വരാം. ഇപ്പോൾ ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സബ്ജക്റ്റ് എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, വേർബ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, മൂന്നാമതായിട്ട് ഒബ്ജക്റ്റ് അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അടുത്ത എപ്പിസോഡ് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. എല്ലാ ഗ്രാമറിലും നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒന്നാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ പഠിക്കാൻ പോകുന്നത്. അതും കൂടി കിട്ടുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഗ്രാമർ പഠിച്ച് തുടങ്ങാനുള്ള ഒരു പൊസിഷനിലേക്ക്, അല്ലെങ്കിൽ കൃത്യമായി പഠിക്കാനുള്ള ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തുക. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 എപ്പിസോഡ് ആ രീതിയിലായിരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത എപ്പിസോഡ് കാണുക. അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നോട്ട്സ്, പ്രത്യേകിച്ച് V1, V2, V3 ഉൾപ്പെടെയുള്ള നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എഴുതുക, പഠിക്കുക. സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നതാണ്. വീണ്ടും കാണുക. താങ്ക് യു.